ഖാല ഇബ്ന ഉമ്മ ലാ തഖുദ് ബി ലഹിയതി വലാ ബി റഅസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലം തർഖുബ് ഖൗലി. ഇതാണ് ഇവിടെ താഹയിൽ പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഹാറൂൻ പറയാണ്, ഇന്നി ഖശീത്, ഞാൻ ഭയന്നു, അൻ തഖൂൽ, താങ്കൾ പറയുമെന്ന്, എന്ത്, ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കൾക്കിടയിൽ താങ്കൾ ഛിദ്രതയുണ്ടാക്കി, വലം തർഖുബ് ഖൗലി, എൻ്റെ വാക്ക് താങ്കൾ മുഖവിലക്കെടുത്തില്ല, അല്ലെങ്കിൽ താങ്കൾ എന്താണ് പരിഗണിച്ചില്ല. എൻ്റെ വാക്കിനെ നിരീക്ഷിക്കാതെ പരിഗണിക്കാതെ ഇസ്രായേലിയർക്കിടയിൽ ഛിദ്രത തീർത്തു എന്ന് താങ്കൾ പറയുമോ എന്ന് ഞാൻ ഭയന്നു എന്നാണ്. ആര് പറഞ്ഞത്? ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. എന്താ ഇവിടെ ഈ വലം തർഖുബ് ഖൗലി, എൻ്റെ വാക്കിനെ നിരീക്ഷിച്ചില്ല, മുഖവിലക്കെടുത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് മൂസ പോയപ്പോൾ പറഞ്ഞ എന്താ? പിൻഗാമിയാകണം, അസ്ലിഹ്, നന്നാക്കണം എന്നാണ്, ഇസ്ലാഹ് നടത്തണം എന്നാണ്. ഇസ്രായേലിയരിൽ ഒരു വിഭാഗം സാമിരിൻ്റെ കൂടെ ഇതിൻ്റെ പൂജകരാണ്, മറു വിഭാഗം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശക്കാരാണ്. ഇവർ അന്യോന്യം എന്താണ്? ഇവർ അന്യോന്യം ഫൈറ്റിലാണ്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ രണ്ടു കൂട്ടർ എന്തായിരുന്നു? തീരുമായിരുന്നു. ഈ രണ്ടു കൂട്ടരും കലാപം നടത്തി തീരുമായിരുന്നു. പക്ഷെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് സമ്മതിച്ചില്ല. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇവർ തമ്മിൽ തച്ച് തീരാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് എന്തുണ്ടായത്? ഒരു വിഭാഗത്തിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോഴും പശുക്കുട്ടിനെ ആരാധിച്ചുകൊണ്ട് ഒരു വിഭാഗം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇവരോട് മറ്റൊരു വിഭാഗത്തിനെ അറ്റാക്ക് ചെയ്തിട്ട് അവരെ നശിപ്പിക്കാൻ, ഇവരെ നശിപ്പിക്കാൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടാക്കാതിരുന്നതിനാലാണ്. അല്ലാതെ ഈ ഒരു തിന്മ എതിർത്തിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടല്ല. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം എത്രമാത്രം എതിർക്കാൻ പറ്റും അത്രമാത്രം അദ്ദേഹം എതിർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എതിർക്കാം, കാരണം അവരിതിൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യൂല. കയ്യേറ്റം എന്നാൽ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, പിന്നെ അദ്ദേഹത്തെ കൊല്ലുന്ന രീതിയിലേക്ക് മാറൂല. അവരദ്ദേഹത്തെ കൊല്ലാറാക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഏതായാലും ഇവിടെ ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ വലം തർഖുബ് ഖൗലി എന്ന് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞു എന്നാണ്. സൂറത്ത് ആറാഫിൽ ഞാൻ കേൾപ്പിച്ചതുപോലെ ഇന്നൽ ഖൗമ ഇസ്തദാഫൂനി വകാദു യഖ്തുലൂനനി ഫലാ തുശ്മിത് ബിൽ അഅദാ വലാ തജഅൽനി മഅൽ ഖൗമി ബാലിമീൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അവരോട് എതിർക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരദ്ദേഹത്തെ കൂട്ടാക്കിയില്ല, അദ്ദേഹത്തിന് നേരെ കൊല്ലാൻ മാത്രം ഇങ്ങോട്ട് പെരുമാറി എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഇവിടെ പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള തഫ്സീർ. ഇന്നി ഖശീതു, തീർച്ചയായും ഞാൻ ഭയന്നു, അൻ തഖൂൽ, താങ്കൾ പറഞ്ഞേക്കുമോ എന്ന്, എന്ത്, ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കൾക്കിടയിൽ താങ്കൾ ഛിദ്രതയുണ്ടാക്കി, വലം തർഖുബ് ഖൗലി, എൻ്റെ വാക്കിനെ താങ്കൾ എന്ത് ചെയ്തില്ല, പിന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ മുഖവിലക്കെടുത്തില്ല, നിരീക്ഷിച്ചില്ല എന്നും, അല്ലെങ്കിൽ എൻ്റെ വാക്കിനെ മുഖവിലക്കെടുക്കാതെ ഇസ്രായേൽ മക്കൾക്കിടയിൽ താങ്കൾ ഛിദ്രതയുണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്ന് ഞാൻ ഭയന്നു. അതായത് പിൻഗാമിയാക്കിയിട്ട് ഹാറൂനെ നിശ്ചയിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വിഷയമാണെന്ത്? അസ്ലിഹ്, താങ്കൾ ഇസ്ലാഹ് നടത്തണമെന്ന്. ഇസ്ലാഹ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നന്നാക്കുക, ഒന്നാക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഒരു കൂട്ടർ ഈ ഇജ്ലിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കൂട്ടർ ഇജ്ലിനെ ആരാധിക്കാത്തവരുണ്ട്. ഇവർ രണ്ടാളും എന്താണ്? ശത്രുതയിലുമാണ്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ടു കൂട്ടരെ അങ്ങോട്ട് വിടുകയാണെങ്കിൽ രണ്ടു കൂട്ടർ എന്ത് ചെയ്യും? കലഹിച്ച് തീരും. അതിന് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടില്ല. അതെന്തുകൊണ്ട്? ഈ ഒരു വസിയ്യത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുള്ളത് കൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, എൻ്റെ വാക്കിനെ മുഖവിലക്കെടുക്കാതെ പരിഗണിക്കാതെ ഇസ്രായേലിയർക്കിടയിൽ ഛിദ്രത തീർത്തു എന്ന് താങ്കൾ പറയുമോ എന്ന് ഞാൻ ഭയന്നു എന്ന് പറയുന്നത്. ചില ആളുകൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകും, എതിർപ്പുണ്ടാകും, ആളുകൾ അനൈക്യത്തിലാകും. അതുകൊണ്ട് ശിർക്കിനെ എതിർക്കാൻ പാടില്ല, നമ്മൾ ശിർക്കിനോട് പിന്നെ ശക്തമായ നിലപാടെടുക്കാൻ പാടുള്ളതല്ല എന്ന് ഇതിനെ ഉദ്ധരിച്ച് പറയും. പക്ഷേ ഈ ഒരു ആയത്ത് മാത്രമല്ല, ഒന്നാമത്തെ ഈ ആയത്തിൻ്റെ വിഷയം ഈ ഒരു പ്രയോഗമാണ്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? നഖശിഖാന്ന് അവരെ എതിർത്തിട്ടുണ്ട്. ആ എതിർത്തതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതിലേറെ എന്ത് ചെയ്തിട്ടുണ്ട്? സൂറത്ത് ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഷിർക്കിൻ്റെ വിഷയം ഏറെ ഗൗരവമാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? സൂറത്ത് ആറാഫിൽ പറയാണ്, ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തും ഫിൽ ഹയാത്തിദ് ദുനിയ വകദാലിക നജ്സിൽ മുഫ്തരീൻ എന്നാണ്. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല, ഈ കാളക്കുട്ടിയെ സ്വീകരിച്ചവർ, ആരാധ്യനായിട്ട് കാളക്കുട്ടിയെ സ്വീകരിച്ചവർ, ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള കോപം അവർക്ക് ഏൽക്കും. വദില്ലത്തും ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ലോകത്ത് അവർക്ക് ദില്ലത്ത്, മാനക്കേടും ഏൽക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, വകദാലിക നജ്സിൽ മുഫ്തരീൻ, ഇങ്ങനെയാണ് നാം മുഫ്തരീൻ, കെട്ടിയുണ്ടാക്കുന്ന, വ്യാജം കെട്ടിയുണ്ടാക്കുന്നവർക്ക് പ്രതിഫലം നൽകുക എന്ന് പറയണം. അവിടെ ആ വകദാലിക നജ്സിൽ മുഫ്തരീൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ തീർത്ത് അവരെ ആരാധിക്കുന്നവർക്കൊക്കെയും എന്തുണ്ടാവും? ഈ ഗളബും മിർ റബ്ബിഹിം, റബ്ബിൻ്റെ ദേഷ്യവും, അതേപോലെ തന്നെ വദില്ലത്തും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ അപമാനവും ഉണ്ടാകും എന്നുള്ളതാണ്. ശരിക്കും വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഭവത്തെ പുരസ്കരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്.